ഇന്ത്യൻ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് 1969 തിരഞ്ഞെടുപ്പ്. ഡോക്ടർ സക്കീർ ഹുസൈൻ മരണപ്പെട്ടപ്പോൾ ഉപരാഷ്ട്രപതിയായിരുന്ന വി ഗിരി ആക്ടിംഗ് പ്രസിഡന്റായി. പിന്നാലെ 1969 ജൂലൈ 14 തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പും പ്രഖ്യാപിച്ചു. നാമനിർദ്ദേശ പത്രികകൾ ജൂലൈ 24 വോട്ടെടുപ്പ് ഓഗസ്റ്റ് 16 നടത്തണം. അതോടെ ജനകീയ തൊഴിലാളി യൂണിയൻ നേതാവായി പേരെടുത്ത വി ഗിരി ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ചു. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പില് സ്വതന്ത്രനായി മത്സരിക്കാൻ വേണ്ടിയായിരുന്നു ആ രാജി. ലോക്സഭാ മുൻ സ്പീക്കറായിരുന്ന നീലം സഞ്ജീവ റെഡ്ഡിയെ കോൺഗ്രസ് പാർട്ടി ഔദ്യോഗിക സ്ഥാനാർത്ഥിയുമാക്കി. അതേസമയം സ്വതന്ത്ര പാർട്ടിയും ജനസംഘവും മറ്റ് പ്രതിപക്ഷ സ്ഥാനാർത്ഥികളും നെഹ്റുവിന്റെ കാലത്ത് ധനമന്ത്രിയായിരുന്ന ചിന്താമൻ ദ്വാരകനാഥ് ദേശ്മുഖിനെ തങ്ങളുടെ സ്ഥാനാർത്ഥിയാക്കി രംഗത്തിറക്കി. ഇതിനൊപ്പം പാർട്ടി പാരമ്പര്യവും അച്ചടക്കവും ലംഘിച്ച് ഇന്ദിരാഗാന്ധി വി ഗിരിയെ പിന്തുണയ്ക്കുമെന്ന് തീരുമാനിച്ചു. എന്നാൽ ഈ തീരുമാനം പരസ്യമാക്കിയില്ല. പകരം ആ സന്ദേശം വിശ്വസ്തരെ അറിയിക്കുകയും വി ഗിരിയെ പിന്തുണയ്ക്കുവാൻ രാജ്യത്ത് യുവ എംപിമാരോട് ആവശ്യപ്പെടുവാനും പറഞ്ഞു. തന്റെ അപ്രമാദിത്വത്തിന് റെഡ്ഡി ഭീഷണിയാകുമെന്ന് ഇന്ദിര ഭയന്നിരുന്നതാണ് ഈ ചുവടുമാറ്റത്തിന് കാരണമായി കണക്കാക്കുന്നത്. ഒപ്പം ഇന്ദിരയ്ക്കെതിരായ മൊറാർജി ദേശായി സിൻഡിക്കേറ്റിന്റെ സ്ഥാനാർത്ഥിയാണ് റെഡ്ഡി എന്നതും കാരണമായി. ഇന്ദിര എന്താണ് ചെയ്യുന്നതെന്ന് പാർട്ടിക്ക് മനസ്സിലായി. പാർട്ടിയുടെ സ്ഥാനാർത്ഥി നീലം സഞ്ജീവ റെഡ്ഡിയെ പരസ്യമായി പിന്തുണയ്ക്കുവാൻ പാർട്ടി പ്രസിഡന്റ് എസ് നിജലിംഗപ്പ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും ഇന്ദിരാഗാന്ധി അത് നിരസിച്ചു. 69 ഓഗസ്റ്റ് 16 രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന്റെ വെറും 4 ദിവസം ശേഷിക്കെ ഇന്ദിരാഗാന്ധി തന്റെ നിലപാട് പരോക്ഷമായി പ്രഖ്യാപിച്ചു. പാർട്ടി എംപിമാരും MLA-മാരും മനസാക്ഷിയുടെ ശബ്ദത്തിൽ വോട്ട് ചെയ്യണമെന്നായിരുന്നു ആ വാക്കുകൾ. ആ പ്രസ്താവനയ്ക്ക് പിന്നിലെ നിലപാട് എല്ലാവർക്കും മനസ്സിലായി. ഇന്ദിരാഗാന്ധി ആഗ്രഹിച്ചത് അത് സംഭവിച്ചു. പാർട്ടി എംപിമാരും MLA-മാരും വി ഗിരിക്ക് പിന്തുണയുമായി എത്തി. കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിരുന്ന നീലം സഞ്ജീവ റെഡ്ഡിയെ പരാജയപ്പെടുത്തി ഇന്ദിരയുടെ സ്ഥാനാർത്ഥിയായ വി ഗിരി രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. റെഡ്ഡിക്കെതിരെ 1% വോട്ടുകൾക്കാണ് വി ഗിരിയുടെ ജയം കണ്ടത്. രണ്ടാം മുൻഗണനാ വോട്ടിലൂടെ സ്ഥാനാർത്ഥികളുടെ വിധി നിർണയിച്ചതും വന്നായിരുന്നു. കൂടാതെ ആദ്യമായി വോട്ടിംഗിൽ കർശനമായ രഹസ്യാത്മക ഉറപ്പാക്കി. ബാലറ്റ് പേപ്പറുകളുടെ പിൻഭാഗത്തുള്ള സീരിയൽ നമ്പറുകൾ 4 മൂലകളിൽ ഒട്ടിച്ച നിറമുള്ള കടലാസുകൾ കൊണ്ട് മറച്ചു. MLA-മാർക്ക് സംസ്ഥാന തലങ്ങൾക്ക് പകരം പാർലമെന്റ് ഹൌസിൽ വോട്ട് ചെയ്യാൻ അനുവാദം ലഭിച്ചതും 69 തന്നെയായിരുന്നു. കോൺഗ്രസ് അധികാരത്തിലുണ്ടായിരുന്ന 12-ൽ 11 സ്ഥാനത്തും ഗിരി നേട്ടമുണ്ടാക്കി. മൊത്തം 15 സ്ഥാനാർത്ഥികളായിരുന്നു അന്നുണ്ടായിരുന്നത്. അതിൽ 5 പേർക്ക് ഒരു വോട്ട് പോലും ലഭിച്ചില്ല എന്നതും മറ്റൊരു കാര്യമാണ്. ഈ ജയത്തോടെ വി ഗിരി എന്നറിയപ്പെടുന്ന വരാഹഗിരി വെങ്കടഗിരി രാഷ്ട്രപതിയായും താൽക്കാലിക രാഷ്ട്രപതിയായും സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഒരേയൊരു വ്യക്തി എന്ന വിശേഷണവും സ്വന്തമാക്കി. കേന്ദ്ര തൊഴിൽ മന്ത്രിയായും ശ്രീലങ്കൻ ഹൈക്കമ്മീഷണറായും പ്രവർത്തിച്ചിട്ടുണ്ട്. വി ഗിരിയാണ് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ഇന്ത്യൻ രാഷ്ട്രപതിയായത്. 1971 രാഷ്ട്രപതിയായിരുന്ന അദ്ദേഹം 57-60 ഉത്തർപ്രദേശ്, 1960-65 കേരളം എന്നീ സംസ്ഥാനങ്ങളുടെയും 1965-67 വരെ മൈസൂരുവിന്റെയും ഗവർണറായിരുന്നു. 1894 ഓഗസ്റ്റ് 10 ഒറീസയിലെ ഗൽജാം ജില്ലയിലെ ബഹ്റാംപൂരിലാണ് വി ഗിരി ജനിച്ചത്. മദ്രാസിലായിരുന്നു ആദ്യകാല അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം. പിന്നീട് നിയമം പഠിക്കുവാൻ ഗിരി അയർലൻഡിലേക്ക് പോയി. AITUC അഖിലേന്ത്യാ റെയിൽവേ വർക്കേഴ്സ് ഫെഡറേഷൻ എന്നിവയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന ഗിരി മികച്ച എഴുത്തുകാരനും പ്രാസംഗികനുമായിരുന്നു. 14-ൽ ലണ്ടനിൽ വെച്ച് ഗാന്ധിജിയെ കണ്ടുമുട്ടിയതോടെ സ്വാതന്ത്ര്യ സമരത്തിലും ആകൃഷ്ടനായി. 1921 ബഹ്റാംപൂരിൽ മദ്യഷോപ്പ് പിക്കറ്റ് ചെയ്ത് അറസ്റ്റും വരിച്ചു. ബംഗാൾ നാഗ്പൂർ റെയിൽവേ മൈൻസ് യൂണിയൻ സ്ഥാപിച്ച അദ്ദേഹം 27-ൽ സമരം നയിച്ച് തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിലും പങ്കുവഹിച്ചിരുന്നു. 67-ലാണ് ഗിരി ഉപരാഷ്ട്രപതിയായിട്ട് തിരഞ്ഞെടുത്തതും. 75-ൽ ഭാരതരത്നം നൽകി രാജ്യം ആദരിച്ചു. ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് രാഷ്ട്രപതി 67 മുതൽ 69 വരെ ഉപരാഷ്ട്രപതി ആയിരിക്കുകയും രാഷ്ട്രപതി സ്ഥാനം രാജിവെച്ച് രാഷ്ട്രപതിയാവുകയും ചെയ്ത ആദ്യ വ്യക്തി. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഷ്ട്രപതി. നെഹ്റു മന്ത്രിസഭയിൽ തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നതും പിന്നീട് ശ്രീലങ്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ആവുകയും ചെയ്ത ശേഷം രാഷ്ട്രപതിയായ വ്യക്തി. ഒറീസയിൽ ജനിച്ച രാഷ്ട്രപതി. കേരളത്തിൽ ഗവർണർ പദവി അലങ്കരിച്ചിട്ടുള്ള രാഷ്ട്രപതി എന്നീ നിലകളിൽ ശ്രദ്ധേയനാണ് അദ്ദേഹം. 1980-ലാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത്.